ഹേ ഗൈസ്, നമ്മളിന്ന് സർവീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2015 മോഡൽ I10 ഡീസലാണ്. ഓക്കെ, ഇത് നമ്മൾ കാണാൻ പറ്റും. ഇതിൻ്റെ റേഡിയേറ്ററാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളമാണ്. ഓക്കെ, ഇത് ഒരുപാട് ലേറ്റ് ആയി പോയിട്ടില്ല. ഇപ്പോൾ തന്നെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളം ഫ്ലഷ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് കൂളൻ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനൊക്കെ ഡാമേജ് വരും. മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നമുക്ക് നഷ്ടമാവും. എഞ്ചിൻ പണിയൊക്കെ ചെയ്യേണ്ടി വരും ഹീറ്റപ്പ് ആയിട്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ നമുക്ക് കാണാൻ പറ്റും. എയർ ഫിൽറ്റർ ബ്ലോക്കാണ്. ഓക്കെ, എയർ ഫിൽറ്ററിൽ ഡസ്റ്റ് മുഴുവൻ നിറഞ്ഞിട്ട് ഇത് നമുക്ക് ഇനി ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട, ഇത് നമുക്ക് മാറാം. ഓക്കെ, അടുത്ത തവണ ഈ ഒരു നമ്മൾ ഇനി ഫിക്സ് ചെയ്യുന്ന എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം 1-2 തവണ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ബ്രേക്ക് പാഡ് കാണാൻ പറ്റും. ബ്രേക്ക് പാഡ് ഏകദേശം 80% ഉണ്ട്. ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അടുത്തത് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാബിൻ ഫിൽറ്ററാണ്, നമ്മുടെ AC ഫിൽറ്ററാണ്. AC ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. കാരണം ഫുള്ള് ഡസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഡസ്റ്റ് വന്ന് കുറേ തവണ ക്ലീൻ ചെയ്തിട്ട ഫിൽറ്ററാണ്. ഇതിനി നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട, കാരണം നമുക്ക് മാറുന്നതാണ് ബെറ്റർ. വലിയ ക്യാഷൊന്നും വരുന്നില്ല, ഒരു 300 രൂപയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, കുറച്ച് സമയം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പുതിയത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബാക്ക് സൈഡിലെ ബ്രേക്കിലേക്കാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വീൽ സിലിണ്ടറാണ്. നമ്മുടെ വലതുഭാഗത്തുള്ള വീൽ സിലിണ്ടർ ഒരു ഭാഗം ജാമാണ്. അപ്പം നമുക്ക് ബ്രേക്കിംഗ് കറക്റ്റ് പ്രോപ്പർ അല്ല ഈ കാറിൻ്റെ. ബ്രേക്ക് ഷൂവിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഒരുപാട് പിറകിലേക്കുള്ളത്. അതായത് ഒരുപാട് കിലോമീറ്ററുകൾക്ക് മുമ്പാണ് ഇതിൻ്റെ ബ്രേക്കിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഷൂവിൻ്റെ ഒരു ഭാഗമൊക്കെ ചെറിയ രീതിയിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അപകടമൊന്നുമില്ല, നമുക്ക് ഈ ബ്രേക്ക് ഷൂ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല, ഇതുപോലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീൽ സിലിണ്ടർ മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ ഡ്രെയിൻ ചെയ്യുകയാണ്. ഈ കാറിൻ്റെ ഓയിലൊക്കെ കറക്റ്റ് സമയത്ത് മാറിപ്പോകുന്ന ഒരു വണ്ടിയാണ്. ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി തന്നെയാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ ഫിൽറ്റർ നമ്മൾ റിമൂവ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഫിൽറ്ററിന് ഏകദേശം 2 ഓറിങ്ങുകൾ വരുന്നുണ്ട്, റബ്ബറിൻ്റെ ഓറിങ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ഇപ്പം നമ്മുടെ കൂളൻ്റ് ആണ്. കൂളൻ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, കൂളൻ്റ് ഫ്ലഷ് ഒക്കെ കഴിഞ്ഞതാണ്. ഞാൻ ഫുൾ കാണിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ സമയം ഒരുപാട് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൂളൻ്റ് എല്ലാം ഫുള്ള് ഫ്ലഷ് ചെയ്തെടുത്തു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്ലീൻ വെള്ളമാണ് വരുന്നത്. നമ്മളിനി ഇതിന് കൂളൻറ്റിൻ്റെ ഡ്രെയിൻ പ്ലഗ് ആണ്. ഈ പ്ലഗിൻ്റെ ഓറിങ്ങിൽ നമ്മൾ കുറച്ച് ഗ്രീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് കൂളൻ്റ് ഒഴിക്കണം. നമ്മൾ കൂളൻ്റ് ഒഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾ ക്യാൻ്റെ സീലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തു. കൂളൻ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂളൻ്റ് കുറച്ച് സ്ലോ ആയിട്ടേ കാറിലേക്ക് പോവുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത ബോട്ടിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അടുത്ത ബോട്ടിലും കൂടെ ഓപ്പൺ ചെയ്ത് ഒഴിക്കാം. കൂളൻ്റ് മാറാൻ ഒരുപാട് വൈകി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റെസ്റ്റ് വരാൻ തുടങ്ങും. അപ്പം റെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെളിവെള്ളം പോലെയുള്ള റെഡ് കളറിലുള്ള വെള്ളമായിട്ട് മാറും ഇത്. അങ്ങനെ റെസ്റ്റ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കാറിൻ്റെ ഏകദേശം പാർട്ടുകളൊക്കെ ഡാമേജ് വരും. പിന്നെ നിങ്ങളൊരു ടെക്നീഷ്യനെ കാണിച്ചിട്ട് ഇത് മാറ്റി കൂളൻ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് റിസ്ക് ഉണ്ട്. കാരണം ഈ കൂളൻ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. ഈ കെമിക്കൽ റെസ്റ്റ് വന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ലീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, കൂളൻ്റ് സമയത്ത് മാറുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇത് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ ബോഡിയാണ്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ പഴയ ഓറിങ് നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആംഗിൾ പിക്ക് ഉപയോഗിച്ചിട്ട് അഴിച്ചെടുക്കുന്നുണ്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് അഴിച്ചെടുക്കാം. ഇത് നമ്മുടെ പുതിയ ഫിൽറ്ററാണ്. 2 ഓറിങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഓറിങ് നമ്മൾ റീപ്ലേസ് ചെയ്യും ഉടനെ. നമ്മളിപ്പോൾ ഈ ഒരു ഫിൽറ്റർ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫിൽറ്ററിൻ്റെ അകത്ത് നമുക്ക് കാണാം ഇത് ഓറിങ്ങിൻ്റെ കിറ്റാണ്, അതിൻ്റെ കൂടെ വരുന്ന കിറ്റാണ്. ഈ കിറ്റിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാൻജോ വാഷർ വരും. അത് നമുക്ക് ഓയിലിൻ്റെ ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള ബാൻജോ വാഷറാണ് ഇപ്പോൾ ഞാൻ താഴെ വെക്കുന്നത്. ഓക്കെ, താഴെ വെച്ചു. ഇനി നമ്മൾ അടുത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓറിങ് ആണ്. ചെറിയ ഒരു ഓറിങ്ങും കിട്ടും നമുക്ക്, അതുപോലെ വലിയൊരു ഓറിങ്ങും കിട്ടും. ഇത് രണ്ടും നമുക്ക് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യാനുള്ളതാണ്, ക്യാപ്പിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അയച്ചെടുക്കുന്ന ചെറിയ ഓറിങ് ആണ്. ഓറിങ് നമ്മൾ അയച്ചെടുത്ത ശേഷം നമുക്കിത് ഫിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ ചെറിയ ഓറിങ് ആണ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെറിയ രീതിയിൽ നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ കാറിൻ്റെ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സെയിം ഗ്രേഡുള്ള എഞ്ചിൻ ഓയിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ലൂബ്രിക്കേഷനൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ വലിയ ഓറിങ് ആണ് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ക്യാപ്പിന് കറക്റ്റായിട്ടുള്ളൊരു ഗ്രൂ അവിടെ ഉണ്ടാവും. അത് നിൽക്കാനുള്ള കറക്റ്റ് ഒരു ട്രാക്ക് ഉണ്ടാവും. ആ ട്രാക്കിൽ തന്നെ നമുക്ക് അത് ഇടാം. അതിനുശേഷം നമ്മളിതിൽ ലൂബ്രിക്കേഷൻ ചെയ്യുന്നുണ്ട്. ലൂബ്രിക്കേഷൻ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓറിങ് ഒരിക്കലും തന്നെ അവിടെ സ്ലിപ്പായി പോയില്ല, അതുപോലെ ക്രാക്കായി പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ, പുതിയ ഫിൽറ്ററൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലിൻ്റെ ക്യാപ്പ് നമുക്ക് ഫിക്സ് ചെയ്യാം. ക്യാപ്പ് നമ്മൾ അകത്തേക്ക് വെച്ചിട്ടുണ്ട്, പയ്യെ ടൈറ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ഫുൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം അഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്പിൻ്റെ ആ ത്രെഡ് വരുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബാൻജോ വാഷർ നമ്മൾ പഴയ വാഷറാണ്. ഇതിൽ ക്രാക്ക് വീണിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ തന്നെ പുതിയ വാഷർ കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഴയ വാഷർ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് പുതിയ വാഷർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇത് ക്രാക്ക് വീണ വാഷറാണ്. ഇത് ഇനി ഫിക്സ് ചെയ്താൽ ചിലപ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ വാഷർ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. പുതിയ വാഷർ നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ചൊരു ലൂബ്രിക്കേഷൻ അതിന് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. കാരണം ഇത് ടൈറ്റ് ആവുന്ന സമയത്ത് അതിന് ചെറിയൊരു ലൂബ്രിക്കേഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു വാഷറിന് കുറച്ച് ബെറ്ററാണ് ആ കാര്യം. ഇനി നമ്മൾ എഞ്ചിൻ ഓയിൽ നമ്മളെ കാറിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. 5W30 ആണ് നമ്മൾ ഒഴിക്കുന്നത്. 5 ലിറ്റർ ഓയിലാണ് നമ്മൾ നമ്മുടെ കാറിലേക്ക് ഒഴിക്കുന്നത്. 5 ലിറ്ററിൻ്റെ അടുത്തായിട്ട് വരും ഈ ഒരു ഓയിൽ. അപ്പോൾ 5 ലിറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഓയിലിൻ്റെ. അപ്പോൾ നമ്മളിതിൻ്റെ സീല് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സീൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പീസുകളൊന്നും അകത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ സീൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിത് ഓയിൽ ഒഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു കാറിലേക്ക് നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. കാരണം വളരെ ക്വാളിറ്റി കുറഞ്ഞ ഓയിലുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ചെറിയ പൈസയുടെ ലാഭം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ എഞ്ചിന് അത്ര നല്ലതായിരിക്കില്ല ആ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ടെക്നോ സിന്തറ്റിക് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിലേക്ക്. ഇനി നമ്മൾ ഡിപ്സ്റ്റിക്കിൽ ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിലിൻ്റെ ലെവലൊക്കെ പ്രോപ്പറാണോ എന്ന് നോക്കുന്നുണ്ട്. നമ്മൾ കാറിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ ശേഷവും നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓയിലിൻ്റെ ലെവൽ ഒരു തവണയും കൂടെ നമ്മൾ കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ വീൽ സിലിണ്ടർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഇത് നമ്മുടെ പുതിയ വീൽ സിലിണ്ടറാണ്. ഇതിൻ്റെ 2 പിസ്റ്റണുകളും പ്രോപ്പറായിട്ട് മൂവ് ആവുന്നുണ്ട്. പഴയ സിലിണ്ടർ പോലെയല്ല കേട്ടോ. ഇപ്പം പഴയ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ജാമാണ്. അതായത് ഒരു ഷൂ മാത്രമേ പിടിക്കുള്ളൂ, നമുക്ക് ബ്രേക്കിംഗ് പ്രോപ്പർ ആവില്ല. അപ്പം നമ്മൾ ഈ ഒരു ഷൂ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ വീൽ സിലിണ്ടറാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഷൂ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും ഒരു 20,000 ഒക്കെ എന്തായാലും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഷൂ. അപ്പം നമ്മൾ സിലിണ്ടർ നമ്മൾ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്തു. നമുക്കിനി അത് പ്രോപ്പറായി ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട്. ഇനി നമുക്കിതിൻ്റെ ബീഡിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്രേക്ക് ബീഡിങ് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോയിൽ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു പോകുന്ന സമയത്ത് ഇത് കുറച്ച് ലെങ്തി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ സ്പാനർ അല്ല ഇത്. ഫ്രണ്ടിലെ ബ്രേക്ക് പാഡാണ് കാണുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ്. കാരണം പേപ്പർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ബ്രേക്ക് പാഡിൽ. കാരണം ഇത് കുറച്ചൊരു പഴക്കം ചെന്ന ബ്രേക്ക് പാഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ കാലിപ്പറിൻ്റെ അസംബ്ലിയൊക്കെ നമ്മൾ ഫിറ്റാക്കി. ഇതിൻ്റെ പിന്നോ കാര്യങ്ങളൊന്നും ജാമില്ല. ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്ത കാര്യമാണ്. പിന്നും കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പറാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡാണ്. വീൽ സിലിണ്ടർ മാറിയ സൈഡല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റർ ജാമാണ്. എനിക്കിവിടെ ബ്രേക്ക് ഷൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇമ്പ്രൂവ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻ്റ് ആവാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഡ്രമ്മിലേക്ക് അറ്റാച്ച് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റർ നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അഴിച്ചെടുത്ത ശേഷം നമുക്കിത് അഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കണം. ആ ഒരു ത്രെഡ് നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ പാർട്സ് നമുക്ക് മേടിക്കേണ്ടി വരും. ഇതാണ് നമ്മൾ കാണുന്ന ഈ ഒരു അഡ്ജസ്റ്റർ കേട്ടോ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഓരോ സർവീസിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു അഡ്ജസ്റ്റർ ആണെങ്കിൽ ഒരിക്കലും തന്നെ ഇത് ജാമായി പോകില്ല കേട്ടോ. ഇത് ഒരുപാട് സമയം ലേറ്റായി പോയിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മളിത് വൈസിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ WD-40 ആണ്. WD-40 എല്ലാ ടെക്നീഷ്യന്മാരും ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ആണ്. നമ്മൾ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്പ്രേ കുറച്ചായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ടൈമെല്ലാം വെയിറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും നമ്മളിതൊന്ന് ട്രൈ ചെയ്യുന്ന അഴിക്കാൻ വേണ്ടിയിട്ട്. റെസ്റ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്, അകത്തേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഒരു മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്.
നമ്മൾ വൈസ് ക്ലിപ്പ് ഉപയോഗിച്ചത് പയ്യെ നമ്മൾ ലൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രോങ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രിപ്പൊക്കെ മിസ്സാവും. ഗ്രിപ്പ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല, നമ്മൾ പുതിയത് മേടിക്കേണ്ടി വരും. ഗ്രിപ്പ് മിസ്സാവാത്ത രീതിയിൽ നമ്മൾ പയ്യെ ഇത് അഴിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് ഇത് ലൂസായി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പയ്യെ നമ്മൾ ഫ്രീ ആക്കി എടുത്ത ശേഷം മാത്രമേ, നമുക്ക് ഒരുപാട് സ്പീഡിൽ നമ്മൾ അഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒടിയാനോ അല്ലെങ്കിൽ ത്രെഡ് മിസ്സാവാനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ബ്രേക്കിങ്ങിൽ നല്ല മാറ്റം വരും. നമ്മുടെ ഹാൻഡ് ബ്രേക്കൊക്കെ നല്ല രീതിയിൽ പവർഫുൾ ആവും. ഒരു സൈഡ് മാത്രം ചെയ്തു എന്ന് കരുതിയിട്ട് അത്ര ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടണമെന്നില്ല. രണ്ട് സൈഡും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം നമ്മൾ ലൂസാക്കുന്നുണ്ട്. ഇത് ലൂസാക്കി എടുത്ത ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാണ്ട്. ഇത് നമ്മൾ ഫ്രീ ആയെന്ന് കരുതിയിട്ട് നമ്മൾ ഇതുപോലെ കാറിൽ കയറ്റിയിട്ടിട്ട് കാര്യമില്ല, അത് വീണ്ടും സ്റ്റക്കായി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് അഴിച്ചെടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ ത്രെഡുകളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചെയ്ത വർക്കിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ നല്ല റെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെറ്റൽ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്. മെറ്റൽ ബ്രഷ് നമ്മളിപ്പം ഈ ഒരു സ്റ്റഡിനെ നമ്മൾ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് മെറ്റൽ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. മെറ്റൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ത്രെഡിലുള്ള റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് നല്ല ഫിനിഷിങ്ങിലേക്ക് വരും ആ ഒരു ബോൾട്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായി നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും തന്നെ. മാത്രമല്ല എന്തെങ്കിലും രീതിയിലുള്ള ത്രെഡ് മിസ്സിംഗ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മളിനി ഗ്രീസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രീസാണ്. ഗ്രീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗ്രീസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ജാമാവില്ല. മാത്രമല്ല നമ്മളെല്ലാ സർവീസുകളിലും ഇത് നമ്മളൊന്ന് മൂവൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റക്ക് പിന്നെ തീരെ വരികയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ് ആയി കിട്ടി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പാർട്ട് തന്നെ മാറേണ്ട വന്നേനെ. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ഇത് കറക്റ്റാണ്. നമ്മളിനി ഫിക്സ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഷൂ കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഇത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നിങ്ങൾ കാണുന്ന എയർ ഫിൽറ്ററാണ്. ഇത് നമ്മുടെ പുതിയ എയർ ഫിൽറ്ററാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എയർ ഫിൽറ്റർ ഇതിലേക്ക് ഫിക്സ് ചെയ്തു. എയർ ഫിൽറ്ററിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിൻ ഫിൽറ്ററാണ്. ക്യാബിൻ ഫിൽറ്റർ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് അടുത്തായിട്ട്. ക്യാബിൻ ഫിൽറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുതിയ ക്യാബിൻ ഫിൽറ്ററാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ അകത്തിരുന്ന് എ സിയുടെ ആ ഒരു ബ്രീത്തിങ്ങിൻ്റെ ഫീല് തന്നെ നമുക്ക് മാറും. കാരണം ആ പഴയ ഫിൽറ്ററും ഈ ഒരു ഫിൽറ്ററും തമ്മിലുള്ള മാറ്റം നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിൽറ്റർ നമ്മൾ കാറിലേക്ക് ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കാറിന് കിലോമീറ്റർ നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം കാറിൻ്റെ ഓണർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം എത്ര സമയം കഴിഞ്ഞാണ് അടുത്ത ഓയിൽ മാറേണ്ടതെന്നുള്ളതാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ സ്കാൻ ടൂളിലേക്കാണ്. കാരണം നമ്മൾ കൂളൻ്റ് ചേഞ്ച് ചെയ്തതുകൊണ്ട് നമുക്കിതിൻ്റെ കൂളിംഗ് സിസ്റ്റം പ്രോപ്പർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ സെൻസർ, അതുപോലെ കൂളൻറ്റിൻ്റെ നമ്മുടെ റേഡിയേറ്റർ ഫാനിൻ്റെ ഒരു വർക്കിംഗ് ടൈം, വർക്കിംഗ് ഷെഡ്യൂള്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോട്ടലിൻ്റെ സ്കാൻ ടൂളാണ്. ഇത് വലിയ മോശമില്ലാത്തൊരു സ്കാൻ ടൂളാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാറുകളും ഇതിൽ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ഏകദേശം 93 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമാണ് നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആവുന്നത്. അതിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ കാറിൻ്റെയും ഡിസൈൻസ്, മോഡൽസ് ഒക്കെ അനുസരിച്ച് അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൽ ഫാൻ വർക്കിങ്ങിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഓരോ എഞ്ചിനീയേഴ്സും സെറ്റ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ പീരിയഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ A to Z ചെക്ക് ചെയ്തു. കൂളൻ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നമ്മുടെ കൂളൻ്റ് ടെമ്പറേച്ചറിലേക്കാണ്. അത് കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസറിലേക്കാണ്. അത് പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാര്യമായിട്ട് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർവീസിൻ്റെ ശേഷം നമുക്ക് രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് ഡ്രൈവിംഗ് ഫീലിൽ മാറ്റം വരുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്കാണ്. കാരണം നേരത്തെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്ന ബ്രേക്ക് ഷൂവിൻ്റെ അഡ്ജസ്റ്ററൊക്കെ ജാമായിരുന്നു. അപ്പം ബ്രേക്ക് ഷൂ വളരെ അകന്നാണ് നിന്നിരുന്നത് നമ്മുടെ ഡ്രമ്മിൽ നിന്ന്. ഇപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഏത് കയറ്റത്തിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ കണ്ടീഷനിലാണ്. AC ആണ്. AC-യുടെ ക്യാബിൻ ഫിൽറ്റർ ഫുൾ ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോൾ നമ്മളിത് മാറിയ ശേഷം നമ്മുടെ AC-യുടെ നല്ല കൂളിംഗ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാറിന് കൊടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളൻ്റാണ്.
കാരണം ഇപ്പം ഒരു 2-3 പ്രാവശ്യം കൂടെ ഇതുപോലെ സർവീസ് കഴിഞ്ഞ് കൂളൻ്റ് മാറിയില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് പാർട്സ് നമ്മൾ മാറേണ്ടി വരും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.